Students, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് വോൾട്ടേജ് മൾട്ടിപ്ലയേഴ്സ് ആണ്. You can go through that. With a diode, we can build a rectifier to produce a DC voltage that is nearly equal to the peak value of input AC voltage. നമുക്കൊരു റെക്ടിഫയർ ഉണ്ടാക്കുമ്പോൾ ആ റെക്ടിഫയറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഔട്ട്പുട്ട് ഒരു DC ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അത് ഓൾമോസ്റ്റ് ഇൻപുട്ട് AC-ന്റെ അതേ എമൗണ്ടിൽ നമുക്ക് value obtain ചെയ്യാൻ പറ്റും. Then next we can also use diodes and capacitors to build a circuit that will provide AC output that is multiple of the peak input AC voltage. Using diodes and capacitors we can build circuits which provide DC output that is multiple of the input AC voltage. Diodes and capacitors യൂസ് ചെയ്തിട്ട് നമുക്ക് സർക്യൂട്ട്സ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒരു ഇൻപുട്ട് എ സി വോൾട്ടേജിന്റെ ഡബിൾ ആയിട്ട് വരുന്ന DC ഇൻപുട്ട് എ സി വോൾട്ടേജിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്ന AC ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഇങ്ങനത്തെ സർക്യൂട്ട്സിനാണ് നമ്മൾ എന്താ പറയുന്നത്, സർക്യൂട്ട്സ് ആർ കോൾഡ് വോൾട്ടേജ് മൾട്ടിപ്ലയേഴ്സ്. ഒരു voltage doubler, it will provide a DC output that is twice the peak input AC voltage, and a voltage tripler will provide DC output that is 3 times the peak input AC voltage. As a conclusion we can say that in short, we can say that voltage multipliers are circuits which are using diodes and capacitors to give a DC output which are multiples of the input AC voltage. ഇനി അതിന്റെ വർക്കിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കതിൽ കുറച്ച് കാര്യങ്ങൾ നോക്കാനുള്ളതെന്ന് വെച്ചാൽ ജസ്റ്റ് വായിച്ചു നോക്കൂ. വോൾട്ടേജ് മൾട്ടിപ്ലയേഴ്സ് പ്രൊവൈഡ് DC output that is much greater than the peak input AC voltage. There is no power amplification and low conservation of energy holds good. നിങ്ങൾ ആയിരിക്കും വോൾട്ടേജ് കൂടുന്നുണ്ടെങ്കിൽ അവിടെ പവർ എനർജി പ്രൊഡക്ഷനൊക്കെ നടക്കുന്നുണ്ട്. There is no energy production, energy conservation is there, no power amplification takes place there. When a voltage multiplier increases the peak input voltage by a factor n, the peak input current is decreased. വോൾട്ടേജിന്റെ കറണ്ട് ആണ് നമുക്ക് പവർ എന്ന് പറയുന്നത്. അപ്പൊ എത്രത്തോളം വോൾട്ടേജ് കുറയുന്നോ അല്ലെങ്കിൽ സപ്പോസ് കൂടുന്നോ V becomes NV ആവുമ്പോൾ I automatically becomes I by N. So this N and N get cancelled, so power becomes a constant. So what is the multiple of V? That will be get divided by the current. Thus the actual power output from a voltage multiplier will never be greater than the input power. In fact, there are losses in the circuit so that the output power will actually be less than the input. ഏതൊരു ഡിവൈസിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് പവർ ലോസ് നടക്കും. പിന്നെ ഡിവൈസിന്റെ അക്രോസ് ഒക്കെ വരുന്ന വോൾട്ടേജ് ഹീറ്റിംഗ് ഇഫക്റ്റ് കൊണ്ടൊക്കെ, പക്ഷെ അത് എപ്പോഴും എന്തായിരിക്കും, ഔട്ട്പുട്ട് പവർ കുറച്ച് കുറവായിരിക്കും. എന്നാലും there is no energy production takes place. This is in well agreement with the law of conservation of energy. നമുക്ക് ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒരു ഹാഫ് വോൾട്ടേജ് ഡബ്ലർ ആണ്. ഈ സർക്യൂട്ട് നിങ്ങൾ വോൾട്ടേജ് ഡബ്ലറും ട്രിപ്ലറും ഒക്കെ നിങ്ങൾ പ്രാക്ടിക്കൽ ചെയ്യുന്നതാണ്. അപ്പൊ നന്നായിട്ട് ശ്രദ്ധിച്ചോളാം. അപ്പൊ അതിന്റെ സർക്യൂട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ VS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സർക്യൂട്ടിൽ ഒരു AC സോഴ്സ് ആണ്. നമുക്ക് കപ്പാസിറ്റർ, 2 ഡയോഡ് കണക്ട് ചെയ്തു, ദെൻ അഗൈൻ ഒരു കപ്പാസിറ്ററും കൂടെ കണക്ട് ചെയ്തു. ഇത്രയും പാർട്ടിനാണ് നമ്മൾ ഹാഫ് വോൾട്ടേജ് ഡബ്ലർ എന്ന് പറയുന്നത്. അതിന്റെ ഔട്ട്പുട്ട് നമ്മൾ RL എന്ന് പറയുന്ന ഒരു ലോഡ് റെസിസ്റ്റൻസിലേക്ക് കൊടുക്കും. ഇനി ഇവിടുത്തെ വർക്കിംഗ് നോക്കുക. A half voltage doubler consists of 2 diodes and 2 capacitors connected in a manner as shown. It will be shown that if the peak input AC voltage is Vs, then the DC output voltage will be 2Vs. Input voltage Vs ആണെങ്കിൽ output voltage 2Vs DC ആയിരിക്കും. That is the functioning of the half voltage doubler എന്ന് പറയാൻ പറ്റും. Provided the conditions are diodes are ideal. Ideally diodes ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ, അതായത് അതിന്റെ അക്രോസ് വരുന്ന വോൾട്ടേജ് ഡ്രോപ്പ് നെഗ്ലക്ട് ചെയ്യുകയാണെങ്കിൽ. The basic idea in a voltage multiplier is to charge each capacitor to the peak input AC voltage and to arrange the capacitors so that their stored voltages will add. അപ്പൊ നമ്മൾ ഇതിൽ ചെയ്യുന്ന ഒരു ബേസിക് ഐഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനീഷ്യലി നമ്മൾ കപ്പാസിറ്റേഴ്സിന് മാക്സിമം
ചാർജ് ചെയ്യും. ചാർജ് ചെയ്തിട്ട് കുറെ കപ്പാസിറ്റേഴ്സിന് നമ്മൾ ഇതുപോലെ അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ദർ സ്റ്റോർഡ് വോൾട്ടേജസ് വിൽ ആഡ്, അവരിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വോൾട്ടേജസ് നമുക്ക് ടോട്ടലായിട്ട് ആഡ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിലാണ് നമ്മളിവിടെ സർക്യൂട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഫസ്റ്റ് പാർട്ട് സർക്യൂട്ട് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് AC ഇൻപുട്ട് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ ആക്ഷൻ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരികയാണ് VS എന്നുള്ള പോയിന്റിൽ. അപ്പർ ഹാഫ് നെഗറ്റീവും ലോവർ ഹാഫ് പോസിറ്റീവ് ആകുമ്പോൾ ഇവിടെ കപ്പാസിറ്റർ ഉണ്ട്, 2 ഡയോഡ്സ് ഉണ്ട്. അപ്പൊ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഡയോഡ് D1 എന്താണ് മൈനസ് ആണ്, നമുക്ക് കാഥോഡിലേക്ക് എന്താ വരുന്നത് നെഗറ്റീവ് വരുന്നുണ്ട്, ആനോഡിലേക്ക് പോസിറ്റീവ് വരുന്നുണ്ട് D1നെ സംബന്ധിച്ചിടത്തോളം. As far as D2 is concerned, to the anode negative comes and to the cathode positive comes. So D1 is forward bias and D2 is reverse biased എന്നുള്ള കണ്ടീഷൻ കിട്ടുക. സോ അതിന്റെ ഒരു ഇക്വലന്റ് സർക്യൂട്ട് ആണ് നെക്സ്റ്റ് ഫിഗർ 2 കാണിച്ചിരിക്കുന്നത്. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ we have the circuit, VS source is there, then we have this capacitor is there. Capacitor easily bypasses AC. So from C1 to D2 there is no path because that is a reverse biased diode and it will offer infinite resistance, so that will act as an open path. And the forward biased diode D1, which is well forward biased, so it will conduct easily and it will act as a short circuit. അപ്പോൾ അതിന് D1 നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് ഒരു ജസ്റ്റ് ഒരു വയർ കണക്ട് ചെയ്ത് കാണിച്ചു. ദെൻ വന്നത് എന്താണ് C2 വന്നിട്ടുണ്ട്, RL വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഈ ഫോർവേഡ് ബയാസ് ഈ ഫസ്റ്റ് ഹാഫ് സൈക്കിളിൽ നമ്മുടെ സർക്യൂട്ടിന്റെ ഒരു ഡ്രോൺ ചെയ്ത ഡയഗ്രം എന്ന് പറയുന്നത്. ഇനി ഇവിടെ എന്ത് സംഭവിക്കും, നമ്മൾ VS എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് കൊടുക്കുമ്പോൾ ഈ കപ്പാസിറ്റർ ഫസ്റ്റ് കപ്പാസിറ്റർ C1 എന്ന് പറയുന്ന ഒരു കപ്പാസിറ്റർ അത് മാക്സിമം ചാർജ് ചെയ്യും. VS എന്ന് പറയുന്ന പീക്ക് വാല്യൂയിലേക്ക് അത് ചാർജ് ചെയ്യും. ദെൻ therefore diode D1 can be represented by a short and diode D2 is as open. The equivalent circuit is shown like this. C1 will charge until voltage across it become equal to the peak value of source voltage. At the same time C2 will be in the process of discharging through the node. അപ്പോൾ C2 എന്ന് പറയുന്നെങ്കിൽ എന്താണ്, C2 ചാർജ് കണക്റ്റഡ് അല്ല, അതുകൊണ്ട് C2 ഓൾറെഡി there is any charge, അത് എന്ത് ചെയ്യും, അത് RL കൂടി ഡിസ്ചാർജ് ചെയ്യുന്ന ഒരു പ്രോസസ്സിലായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. അപ്പം ഫസ്റ്റ് ഹാഫ് സൈക്കിള് നമ്മൾ കൺസിഡർ ചെയ്തു. ഫസ്റ്റ് ഹാഫ് സൈക്കിളിൽ C1 എന്ന് പറയുന്ന കപ്പാസിറ്റർ അതിന്റെ മാക്സിമം വോൾട്ടേജ് VS എന്ന് പറയുന്ന വോൾട്ടേജിലേക്ക് അത് ചാർജ് ചെയ്ത് കഴിഞ്ഞു. നോൺ ഫിഗേഴ്സ് ഇലക്ട്രോൺ ഫ്ലോ ഈസ് ഷോൺ. ഇലക്ട്രോൺ ഫ്ലോ ആണ് കാണിച്ചിരിക്കുന്നത്, നോട്ട് ദ കറന്റ് ഫ്ലോ. യൂഷ്വലി നമ്മൾ കറന്റ് ഫ്ലോ ആണ് കാണിക്കാറുള്ളത്, ഇവിടെ അത് കാണിച്ചിരിക്കുന്നത് ഇലക്ട്രോൺ ഫ്ലോ ആണ്. ഇലക്ട്രോൺ നെഗറ്റീവ് ടെർമിനലിന് പോസിറ്റീവ് ടെർമിനലിലേക്ക് ഇലക്ട്രോൺ ഫ്ലോ നടക്കുന്നുണ്ട്. ഇനി അടുത്ത ഹാഫ് സൈക്കിൾ വരുമ്പം when the polarity of the input AC voltage reverses, the circuit condition becomes as shown in the figure next figure 6.50. അത് നോക്കി നോക്കൂ, ഇവിടെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വന്നപ്പോൾ കപ്പാസിറ്റർ C1 എന്നുള്ള കപ്പാസിറ്റർ ഓൾറെഡി അവിടെ ഒരു ചാർജ് ഉണ്ട്, VS എന്ന് പറയുന്ന ചാർജ് നിൽക്കുന്നുണ്ട്. ആ ചാർജിന്റെ പൊളാരിറ്റി എന്ന് പറഞ്ഞാൽ നേരത്തെ ആ പൊളാരിറ്റി ഈ സൈഡ് മൈനസും ഈ സൈഡ് പ്ലസും ആണ്. ദെൻ D1 എന്നുള്ള ഡയോഡിന് അതിന്റെ ആനോഡ് നെഗറ്റീവിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, കാഥോഡ് പോസിറ്റീവിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ അത് എന്തായിരിക്കും, അത് റിവേഴ്സ് ബയാസ്ഡ് ആയിരിക്കും. D2നെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആനോഡ് പോസിറ്റീവിലേക്കും കാഥോഡ് നെഗറ്റീവിലേക്കും കണക്ട് ചെയ്തിരിക്കും. അപ്പൊ അതിന്റെ ഇക്വലന്റ് ഡയഗ്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് VS എന്ന് പറയുന്ന സോഴ്സ് ഉണ്ട്, VS ചാർജുള്ള ഒരു കപ്പാസിറ്റർ ഉണ്ട്, അത് അതിലൂടെ ഫ്ലോ ചെയ്തിട്ട് ഈ D2 എന്നുള്ള ടെർമിനല് ഒരു ക്ലോസ്ഡ് പാത്ത് ആവും. അതായത് ഒരു സർക്യൂട്ട് ഷോർട്ട് സർക്യൂട്ട് പോലെ ഒരു വയർ ജസ്റ്റ് കണക്ട് ചെയ്ത പോലെ ഉണ്ടാവും. D1 എന്നുള്ള അവിടെ എന്തുണ്ടായിരിക്കും, D1 എന്ന് പറയുന്ന പാത്ത് അവിടെ ഒരു ഓപ്പൺ ആയിരിക്കും. പിന്നെ വരുന്ന ഏത് മാത്രമേ ഉള്ളൂ, ഈ സെക്കൻഡ് കപ്പാസിറ്റർ C2 എന്ന് പറയുന്ന കപ്പാസിറ്റർ. അപ്പോൾ D1ന്റെ ഇഫക്റ്റ് അവിടെ ഒരു ഓപ്പൺ, ദെൻ പാരലൽ ആയിട്ട് തന്നെ ഇത് വരുന്നുണ്ട്, C2 വരുന്നുണ്ട്. അതുകൊണ്ട് സർക്യൂട്ടിന്റെ പുതിയ സെക്കൻഡ് ഹാഫ് സൈക്കിളിൽ സർക്യൂട്ടിന്റെ ഒരു പെർഫോമൻസ് ഇങ്ങനെ ആയിരിക്കും. അപ്പൊ ഇവിടെ നോക്കി നോക്കൂ, ഇവിടെ ഫസ്റ്റ് കപ്പാസിറ്റർ C1ന്റെ അക്രോസ് VS എന്ന് പറയുന്ന ചാർജ് ഉണ്ട്. C2ന്റെ അക്രോസ് C2 ഓൾറെഡി ഡിസ്ചാർജ് ചെയ്യുകയായിരുന്നു, അത് ഇപ്പൊ എന്തായിരുന്നു സർക്യൂട്ടിൽ കണക്ട് ചെയ്ത പോലെ ഉണ്ട്, ആ ക്ലോസ്ഡ് പാത്തിന്റെ അകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് C2 ചാർജ് ചെയ്യാൻ തുടങ്ങും. C2 ചാർജ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് C2ന്റെ അക്രോസ് വരുന്ന വോൾട്ടേജ് എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ അതിൽ ആ ക്ലോസ്ഡ് പാത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു ക്ലോസ്ഡ് പാത്തിൽ ഇപ്പൊ VS എന്ന് പറയുന്ന സോഴ്സ് ഉണ്ടെങ്കിൽ അത് ഏതിന്റെയൊക്കെ ഇടയ്ക്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും, VSനും C1നും C2നും ഇടയ്ക്ക് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടാവും. ദെൻ
ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് C2 അക്രോസ് വരുന്ന വോൾട്ടേജ് ഡ്രോപ്പ് എത്ര ഉണ്ട് നോക്കാം. അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് സോഴ്സസ് ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ ഫസ്റ്റ് VSന്റെ ഇടയ്ക്ക് വരുന്ന സോഴ്സ് പ്ലസ്, അത് വേറൊരു സോഴ്സിന്റെ മൈനസിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഈ സോഴ്സിന്റെ പ്ലസ് ഈ സോഴ്സിന്റെ പ്ലസിലേക്ക് കണക്ട് ചെയ്യും. അപ്പൊ നമ്മൾ ഈ C2ന്റെ അക്രോസ് വരുന്ന വോൾട്ടേജ് നോക്കിക്കഴിഞ്ഞാൽ ആ വോൾട്ടേജ് ഏതിന് ഈക്വൽ ആയിരിക്കും? ഈ രണ്ട് സോഴ്സിന്റെ ഈക്വലന്റ് വോൾട്ടേജ്, രണ്ട് ബാറ്ററി സോഴ്സസ് നമ്മൾ സീരീസിൽ കണക്ട് ചെയ്ത പോലെ, ഇവിടെ ഒരു മൈനസിന്റെ പ്ലസ്, പ്ലസിന്റെ മൈനസിലേക്ക്, അതായത് VSഉം C1ഉം ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്ന രണ്ട് സോഴ്സസ് സീരീസിൽ കണക്ട് ചെയ്ത രണ്ട് സോഴ്സസ് ആണ്. അതിന്റെ ഇടയ്ക്ക് വരുന്ന ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? C1 VS പ്ലസ് VS 2 VS ആയിരിക്കും. അതായിരിക്കും നമുക്ക് വരുന്ന ഈ C2 എന്ന് പറയുമ്പോൾ അതിന്റെ രണ്ടിന്റെ എൻ പോയിന്റ്, ആ ജംഗ്ഷനിൽ വരുന്ന വോൾട്ടേജ് ആണ്. അപ്പൊ ഈ ഒരു രണ്ട് ടെർമിനലിനടുക്ക്, C2ന്റെ രണ്ട് ടെർമിനലിനടുക്ക് വരുന്ന വോൾട്ടേജ് എന്തുണ്ടായിരിക്കും? 2 VS ആയിരിക്കും നമുക്ക് ഉണ്ടായിട്ടുണ്ടാവുക. അപ്പം C1 ചാർജ് ചെയ്തത് VSലേക്ക്, അതുപോലെ C2 ചാർജ് ചെയ്തിരിക്കുന്നത് എന്താണ്? 2 VSലേക്ക് ചാർജ് ചെയ്തിട്ടുണ്ടായിരിക്കും. That it is easy to see that C1 charged to VS and the source voltage VS now as a series aiding voltage source. The C2 will be charged to the sum of the series peak voltages. C2 will be charged to the sum of the series peak voltages VS plus VS. Again, next half cycle when VS returns to its original polarity, what happens? D2 is again turned back to reverse bias, and while D2 is turned back, the only discharge path for C2 is through the load resistance. അപ്പോൾ ലോഡിന് അക്രോസ് ആയിരിക്കും C2 ഡിസ്ചാർജ് ചെയ്യുന്നുണ്ടാവുക. The time constant of this circuit is so adjusted that C2 has little time to lose any of its charge before the input polarity reverse again. നമുക്കൊരു കപ്പാസിറ്ററിനെ സംബന്ധിച്ചിടത്തോളം അത് ഡിസ്ചാർജ് ചെയ്യുന്നത് അതിന്റെ ടൈം കോൺസ്റ്റന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ടൈം കോൺസ്റ്റന്റ് മീൻസ് ഇറ്റ് ഈസ് R/C എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. നമ്മൾ അത് വാല്യൂ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ ലിറ്റിൽ ടൈം ടു ലോസ് എനി ഓഫ് ഇറ്റ്സ് ചാർജ്. നമ്മൾ അടുത്ത പൊളാരിറ്റി ചേഞ്ച് വരുന്നതിന് മുമ്പ് C2 അക്രോസ് വരുന്ന ചാർജ് ലോസ് സംഭവിക്കാത്ത രീതിയിലാണ് അതിന്റെ ടൈം കോൺസ്റ്റന്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ബിഫോർ ഡ്യൂറിംഗ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ D2 is turned on and C2 recharges until voltage across it again becomes equal to 2 VS. അപ്പോൾ നെറ്റ് റിസൾട്ട് ആയിട്ട് നമുക്ക് ഈ C2 എന്ന് പറയുന്ന ഡയോഡിന്റെ അക്രോസ് 2 VS എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് നമുക്ക് എപ്പോഴും എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാൻ പറ്റും. അത് തന്നെയാണ് നമുക്ക് ലോഡിന് അക്രോസ് കിട്ടുന്ന വോൾട്ടേജും 2 VS ആയിരിക്കും. Since C2 barely discharges between input cycles, the output waveform of the half-wave voltage doubler closely resembles that of a filtered half-wave rectifier. അപ്പൊ നമുക്ക് ഇൻപുട്ട് AC ആണ്, പെർഫെക്റ്റ് AC ആണ്. നമ്മൾ ഈ വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് നോക്കുമ്പോൾ കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നു, സോ അതൊരു എക്സ്പോണൻഷ്യൽ ഇൻക്രീസ്. കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുന്ന പാത്ത് തീരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് അത് ഇൻസ്റ്റെഡ് ഓഫ് നമ്മൾ ഹാഫ് വെയർ റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് വരെ നേരെ പോകും. എങ്കിൽ അത് ചാർജ് ചെയ്യുമ്പോൾ നേരെ പോകുന്നു. അപ്പൊ ആൾമോസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എൻവലപ്പ് എടുത്തു കഴിഞ്ഞാൽ ഒരു ഹാഫ് വെയർ റെക്ടിഫയറിന്റെ ആണ്. ആക്ച്വൽ വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് പെർഫെക്റ്റ് DC എന്ന് നമുക്ക് പറയാൻ പറ്റും. The voltage multipliers have disadvantage of poor voltage regulation. The voltage regulation is very low in the case of this type of circuit. Multi-voltage regulation, that is you can measure it by a quantity called percentage regulation. That is, there will be fluctuation in the output depending upon the load resistance. This means that DC output voltage drops considerably as the load current increases. Large filter capacitors are needed to help maintain the output voltage. അപ്പോൾ ലാർജ് കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഈ റെഗുലേഷനെ കുറച്ചും കൂടി നമുക്ക് നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇത് ശ്രദ്ധിക്കുക, നമ്മൾ കൊടുക്കുന്നത് ഇൻപുട്ട് നമുക്ക് AC ആണ്, ഔട്ട്പുട്ട് കിട്ടുന്നത് DC ആണ്. നിങ്ങൾ എന്ത് ചെയ്യണം? If you are designed a voltage doubler, then first of all we are using a transformer output. So transformer output, if you are measuring it with this multimeter, the output will be RMS value. So in order to obtain the maximum value, you have to multiply it with the √2. Then that will be the input voltage. അതിന് ഡബിൾ ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുക? ഡബിളർ ആണെങ്കിൽ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടാവുക. ഔട്ട്പുട്ട് ഈസ് DC and input is AC. ഈ സർക്യൂട്ടിനെ നമുക്ക് മോഡിഫൈ ചെയ്തിട്ട് നമുക്ക് വോൾട്ടേജ് ട്രിപ്ലർ അതുപോലെ ക്വാഡ്രിപ്ലർ ഒക്കെ ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ട്രിപ്ലർ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നോക്കിയിട്ട് സർക്യൂട്ട് സെയിം സർക്യൂട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത്. എഗെയിൻ നമ്മൾ D2 കഴിഞ്ഞിട്ട് ഒരു കപ്പാസിറ്ററും ഒരു ഡയോഡും നമ്മൾ കൊടുത്തു. അതുപോലെ
എഗെയിൻ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ചെയ്യുമ്പോൾ ഒരു കപ്പാസിറ്ററും ഡയോഡും കൊടുത്ത് 4 കോമ്പിനേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് 4 ഡയോഡ്സിന്റെ കോമ്പിനേഷനും 4 കപ്പാസിറ്ററിന്റെ കോമ്പിനേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ക്വാഡ്രപ്ലർ വരെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് നോക്കി കാണുമ്പോൾ ഫസ്റ്റ് കപ്പാസിറ്റർ നമുക്ക് ചാർജ് ചെയ്യുന്ന VP അല്ലെങ്കിൽ VM എന്നുള്ള വാല്യൂയിലേക്കാണ്. സെക്കൻഡ് കപ്പാസിറ്റർ മുതൽ ബാക്കി